പോരാട്ടവീഥിയിലെ കരുത്തൻ അഡ്വക്കേറ്റ് ഷഫീർ കിഴിശ്ശേരി. ചരിത്രമുറങ്ങുന്ന ഏറനാടിന്റെ മണ്ണിൽ വിപ്ലവത്തിന്റെ ചുവപ്പൻ നക്ഷത്രമായി ഉദിച്ചുയർന്ന യുവപോരാളി. പരമ്പരാഗത രാഷ്ട്രീയ കോട്ടകളെ തകർത്തെറിഞ്ഞ് സാധാരണക്കാരന്റെ ശബ്ദമായി മാറിയ ജനനായകൻ. മുസ്ലിം ലീഗ് രാഷ്ട്രീയത്തിന് വേരോട്ടമുള്ള കുടുംബ പശ്ചാത്തലത്തിൽ ജനിച്ചിട്ടും പീഡിതന്റെയും പാർശ്വവൽക്കരിക്കപ്പെട്ടവന്റെയും പക്ഷം ചേരാൻ ഇടതുപക്ഷ രാഷ്ട്രീയത്തെ നെഞ്ചേറ്റിയ കരുത്തൻ. മമ്പാട് MES കോളേജിലെ AISF കാലം മുതൽ ഇങ്ങോട്ട് കഴിഞ്ഞ 1.5 പതിറ്റാണ്ടിലേറെയായി മലപ്പുറത്തിന്റെ മണ്ണിൽ ചുവപ്പുകൊടിയേന്തി പൊരുതുന്ന വിട്ടുവീഴ്ചയില്ലാത്ത വിപ്ലവകാരിയാണ് അഡ്വക്കേറ്റ് ഷഫീർ കിഴിശ്ശേരി. അധികാരത്തിന്റെ ഹുങ്കിനു മുന്നിൽ മുട്ടുമടക്കാത്ത പോരാട്ടവീര്യം. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഭൂമിദാന വിവാദത്തിൽ അഴിമതിക്കെതിരെ സമരം നയിച്ച് ജയിൽവാസം അനുഭവിച്ച ധീരത. പൗരത്വ നിയമത്തിനെതിരായ പോരാട്ടത്തിൽ കേരളത്തിന്റെ മണ്ണിൽ ഗവർണറെ തടഞ്ഞ് അറസ്റ്റ് വരിച്ച ആദ്യത്തെ യുവനേതാവ്. ഓരോ തുള്ളി ചോരയിലും വിപ്ലവം തുടിക്കുന്ന ഷഫീർ. വിദ്യാർത്ഥി യുവജന പ്രസ്ഥാനത്തിലൂടെ വളർന്ന് ഇന്ന് CPIയുടെയും AIYFന്റെയും അമരക്കാരനായി മാറിയിരിക്കുന്നു. സമരഭൂമിയിലെ ഈ തീപ്പൊരി പ്രാസംഗികൻ ജനങ്ങൾക്കു വേണ്ടി തെരുവിലിറങ്ങാൻ ഒരു മടിയും കാട്ടിയിട്ടില്ല. മഞ്ചേരി ബാറിലെ അഭിഭാഷകൻ എന്നതിലുപരി സാധാരണക്കാരുടെ ഏത് പ്രശ്നത്തിലും ഇടപെടുന്നയാൾ. പ്രായ, ലിംഗ, മത, ജാതി ഭേദമന്യേ ഏറനാട്ടുകാർക്ക് ഷഫീർ സ്വന്തം കുടുംബാംഗമാണ്. പഴേരി കുടുംബത്തിന്റെ പാരമ്പര്യവും ഡോക്ടറായ ഭാര്യ സൽവ സുൽഫിക്കറിന്റെയും മകൻ തൈഹാന്റെയും പിന്തുണയും കരുത്താക്കി ഇദ്ദേഹം ജനസേവന പാതയിൽ സജീവമാണ്. സംസ്ഥാന യുവജന കമ്മീഷൻ കോർഡിനേറ്റർ, AIYF ജില്ലാ സെക്രട്ടറി, AIYFന്റെ ദേശീയ കൗൺസിൽ അംഗം വരെ നീളുന്ന പദവികൾ ഷഫീറിലെ സംഘാടക മികവിനുള്ള അംഗീകാരങ്ങളാണ്. നമ്മുടെ നാടിന്റെ മാറ്റത്തിനായി വികസനത്തിന്റെ പുതിയ അധ്യായങ്ങൾ രചിക്കാൻ എന്നും ജനങ്ങൾക്കൊപ്പം നിൽക്കുന്ന ഈ പോരാളിക്ക് കരുത്തേകാം. അഴിമതിക്കെതിരെയുള്ള ശബ്ദമായി, നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടമായി ഷഫീർ കിഴിശ്ശേരി നമ്മോടൊപ്പമുണ്ട്. നമുക്ക് ഒന്നിച്ചു മുന്നേറാം നാടിന്റെ നന്മയ്ക്കായി. UDF നേരത്തെ സൂചിപ്പിച്ചതുപോലെ UDFും അനുബന്ധമായി നിൽക്കുന്ന സംവിധാനങ്ങളും ഒക്കെ നിരവധിയായ ചാനലുകളും അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലെ വിവിധ പ്ലാറ്റ്ഫോമുകളും ഉപയോഗിച്ചുകൊണ്ട് ഇടതുപക്ഷത്തിനെതിരെ കള്ളവാർത്തകൾ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ്. അവിടെ നമ്മളുടെ സാധ്യത എന്താണെന്ന് പരിശോധിക്കപ്പെടേണ്ടത്. ആ പരിശോധനയുടെ ഉത്തരമായി കനൽ മാറുന്നു എന്നുള്ളത് ജനങ്ങൾക്ക് വലിയ പ്രതീക്ഷയാണ്. സത്യം അറിയാൻ ജനങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ കേരളത്തിലെ മാധ്യമങ്ങളൊന്നും സത്യം പറയാൻ തയ്യാറാകുന്നില്ല എന്നൊരു വലിയ പ്രതിസന്ധിയാണ്. അതുകൊണ്ട് സത്യം ജനങ്ങളുമായി സംവദിക്കാൻ നമുക്കൊരു മാധ്യമമുണ്ട് എന്നത് നമ്മളെ സംബന്ധിച്ച് ഏറ്റവും വലിയ ആവേശം ഉണ്ടാക്കുന്ന ഒരു അനുഭവമാണ്. അതുകൊണ്ടാണ് കനൽ വന്നു എന്ന് പറയുമ്പോൾ കനലിൻ്റെ അടുത്തേക്ക് ഓടി വരാൻ നമുക്ക് കൂടി ആവേശം ഉണ്ടാകുന്നത്. അതുകൊണ്ടാണ് ആശയങ്ങളുടെ ഒരു തീപ്പൊരിയുമായിട്ടാണ് കനൽ ഈ നിയമസഭാ മണ്ഡലങ്ങളുണ്ട് ഇപ്പോൾ സഞ്ചരിക്കുന്നത്. അങ്ങേക്ക് ഇത് കാണുന്ന പ്രേക്ഷകരോട് അവരോട് എന്താണ് സംവദിക്കാനുള്ളത്? കനലിലെ പ്രേക്ഷകരോട് കനൽ അണയില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. കനലിന് അങ്ങനെ ഒരു പ്രത്യേകത ഉണ്ട്. കനൽ അങ്ങനെ കിടന്നാലും നമ്മൾ ഊതിക്കഴിഞ്ഞാൽ അത് തീനാളമായി വരും. അതൊരു പ്രതീക്ഷയാണ്. വെളിച്ചമെന്ന് പറയുന്നത് ലോകത്തിൻ്റെ തന്നെ പ്രതീക്ഷയാണ്. ആ നിലവാരത്തിലാണ് നമ്മളിതിനെ കാണുന്നത്. കഴിഞ്ഞ കാലങ്ങളിൽ നടത്തിയ ഇടപെടലുകൾ, വളരെ അടുത്ത കാലത്താണെങ്കിലും നടത്തിയ ഇടപെടലുകൾ സ്വാഭാവികമായും സമൂഹത്തിനകത്ത് ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ്. കനൽ എന്നത് ആ പേരിൽ തന്നെ ഉണ്ട് അതിൻ്റെ പ്രത്യേകത. ഇതൊരു തീപ്പൊരിയാണ് എന്നുള്ളത്. താങ്ക് യു സഖാവേ. എന്തായാലും അദ്ദേഹത്തിൻ്റെ ആത്മവിശ്വാസം കാണുമ്പോൾ തന്നെ പ്രേക്ഷകർക്കറിയാം ഏറനാട്ടിലെ ജനങ്ങൾ അദ്ദേഹത്തെ ഏറ്റെടുത്തു കഴിഞ്ഞു. എന്തായാലും എല്ലാവിധ ആശംസകളും. തീർച്ചയായും. അപ്പോൾ കനലിലൂടെ വോട്ടഭ്യർത്ഥിക കൂടി ചെയ്യുകയാണ്. ഏറനാട്ടിലെ മുഴുവൻ വോട്ടർമാരോടും അരിവാൾ നെൽക്കതിർ അടയാളത്തിൽ വോട്ടുകൾ രേഖപ്പെടുത്തണമെന്നും നിങ്ങളുടെ സുഹൃത്തുക്കളോടും കുടുംബത്തോടും ബന്ധുക്കളോടും എല്ലാവരോടും ഇടതുപക്ഷത്തിന് വേണ്ടി രംഗത്തിറങ്ങണമെന്നും വോട്ട് രേഖപ്പെടുത്തണമെന്നും അഭ്യർത്ഥിക്കുന്നു. ഏറനാട് മണ്ഡലത്തിൻ്റെ പുറത്തുള്ള മുഴുവൻ മനുഷ്യരോടും അവരുടെ സഹായവും പിന്തുണയും പ്രാർത്ഥനയും എല്ലാം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അവരുടെ നാടുകളിൽ വോട്ടായി മറ്റുള്ളിടത്ത് പിന്തുണയായി നൽകണമെന്നുകൂടി അഭ്യർത്ഥിക്കുന്നു. കനലിനും എല്ലാവർക്കും അഭിവാദ്യങ്ങൾ.